നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മെസ്സിയെ സംസ്ഥാനത്തെത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടുകളിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നീക്കം. മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ ന്യായീകരണം തള്ളി കായിക മന്ത്രി ഒ.ജെ. ജനീഷ്. സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമഗ്ര അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. FCRA ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് ലോക്സഭ. ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബഹളം വെച്ച് പ്രതിപക്ഷം. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ ബഹളം. ഒളിച്ചോടിയിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി നൽകാൻ തയ്യാറെന്നും അമിത്ഷാ. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കുന്ന ബില്ല് രാജ്യസഭയിൽ പാസാക്കി. LDF യോഗം ഈ മാസം 17-ന് ചേരാൻ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPI തർക്കത്തെ തുടർന്നാണ് മുന്നണി യോഗം ചേരാതിരുന്നത്. സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കാനും നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും കഴിയാതിരുന്നത് LDF-ൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി കോസ്റ്റ് ഗാർഡ്. 2 ഹെലികോപ്റ്ററുകളാണ് ഇന്ന് കടലിൽ തെരച്ചിൽ നടത്തിയത്. അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ ഹെലിപ്പാഡിൽ ഇന്ധനം നിറച്ച ശേഷമാണ് ഹെലികോപ്റ്റർ വീണ്ടും തെരച്ചിലിനായി പറന്നത്. ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ 13-ാം ദിവസവും തുടരുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. നാളെയും മറ്റന്നാളും വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. നാളെ കണ്ണൂരിലും കാസർഗോഡുമാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകശ്മീരിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതക കേസുകളിൽ അന്വേഷണം ശക്തമാക്കി ഏജൻസികൾ. സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധന നടത്തി. നടപടി കശ്മീരി പണ്ഡിറ്റും എഴുത്തുകാരനുമായ സർവാനന്ദ കൗൾ പ്രേമിയുടെയും മകന്റെയും കൊലപാതക കേസിൽ ഭീഷണിക്കത്ത് പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കശ്മീരി പണ്ഡിറ്റുകളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു. KV ഗണേഷ് കുമാറിന് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ആക്ഷേപമുള്ളവർ കേസ് കൊടുക്കട്ടെ എന്നും തന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നും സുകുമാരൻ നായർ. NSSനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ ഇന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി. അന്താരാഷ്ട്ര യുവജന ദിനമായി ഇന്ന് യുവജനങ്ങൾക്കായി സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്ന് പ്രധാനമന്ത്രി. യുവത്വം രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല, വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തി കൂടിയാണ്. ആരാധിക്കുന്ന ആരുടെയെങ്കിലും പുസ്തകം വായിക്കണമെന്നും പ്രധാനമന്ത്രി യുവജനങ്ങളോട് ഉപദേശിച്ചു. അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ജൻസികളോട് സംവദിക്കും. എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ നടപടി കടുപ്പിച്ച് വ്യോമയാന മന്ത്രാലയം. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാരിൽ ലഹരി പരിശോധന നിർബന്ധമാക്കണമെന്നും വിമാന കമ്പനികളോട് നിർദ്ദേശം. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും.